കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കാത്തതിൻ്റെ കാരണം ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പരാതികൾ ഉന്നയിച്ച എല്ലാ വനിതകളുടെയും പരാതി പരിശോധിച്ച് FIR ഇട്ട് ശക്തമായ തുടർ നടപടികളിലേക്ക് ഗവൺമെൻറ് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വെളിവാക്കപ്പെട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ സ്വകാര്യതയാണ്. മൊഴി കൊടുത്ത ആൾക്കാർ ഒരു രൂപത്തിലും ഇത് പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നും ഇത് സ്വകാര്യമായി വെക്കണമെന്നും ഇതിൻ്റെ ഭാഗമായി ഏതെങ്കിലും രൂപത്തിലുള്ള ക്രിമിനൽ നടപടികൾക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും കമ്മീഷൻ മുമ്പാകെ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കമ്മിറ്റി, ഹേമ കമ്മിറ്റി, ഗവൺമെൻറ്റിനൊരു കത്ത് കൊടുത്തത്. ആ കത്തിൽ സൂചിപ്പിച്ചത് ഇത് സ്വകാര്യമായി വെക്കണം, ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ, ക്രിമിനൽ നടപടികൾ വ്യക്തിപരമായി ഉന്നയിച്ച ആൾക്കാർക്ക് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തി തുടർ നടപടികളിലേക്ക് പോകുന്നതിന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ള നിയമപ്രശ്നം നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. ആ ഒരു വ്യക്തത കോടതിയിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് തുടർ നടപടികൾ കമ്മീഷൻ റിപ്പോർട്ടുമായി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കും. എന്നാൽ അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് വെച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ വന്ന എല്ലാ പരാതികളും ഇപ്പോൾ പരിശോധിക്കുകയാണ്, FIR ഇടുകയാണ്, ചിലരുടെ സ്ഥാനം തെറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും അപ്പുറം ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനിയിപ്പോൾ ഈ പരാമർശം ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമ പറഞ്ഞതിനപ്പുറം കടക്കുന്നതിന് ഗവൺമെൻറ്റിന് ഇപ്പോൾ സാധിക്കും. അങ്ങനെ ഒരു വഴി ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തുറന്നിട്ടതിൻ്റെ ഭാഗമായി എളുപ്പമായി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ ഗവൺമെൻറ്റിനെതിരെ യാതൊന്നും ഒളിച്ചു വെക്കാനില്ല എന്നും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 7 അംഗ IPS ഉദ്യോഗസ്ഥന്മാരെ, അതിൽ 4 ആൾ വനിതകളാണ് വെച്ചതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. ആ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു പോയി, തുടർ നടപടികൾ സ്വീകരിക്കും. വൈകിപ്പോയതിൻ്റെ കാരണമാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത്. ബഹുമാനപ്പെട്ട ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന മൊഴികളുടെയും ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹേമ ഗവൺമെൻറ്റിന് നൽകിയിട്ടുള്ള കത്തുമാണ് തുടർ നടപടികൾ നിയമപരമായി സ്വീകരിക്കുന്നതിന് കാലതാമസം വന്നത്. ഇപ്പോൾ അത് എളുപ്പമായി, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമായി. അത് തന്നെയായിരുന്നു ഗവൺമെൻറ് ആദ്യം തന്നെ പറഞ്ഞത്. ഇപ്പം അതിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഇവിടെ രണ്ടാമത് വന്നത് സ്പീക്കർ അല്ല, ചാണ്ടിൻ്റെ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പത്രത്തിൽ വന്ന വാർത്തയേ ഉള്ളൂ. അത് പിന്നെ അതെ, കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു MLA വന്നതിൻ്റെ ഔചിത്യം അദ്ദേഹം തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അതെന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം പിന്നെ BJPയിലേക്ക് പോകുന്നതിനുള്ള പല വഴികളുമുണ്ട്. ആ ഒരു വഴിയിൽ ഈ ഒരു വഴി കൂടി ഉണ്ടോ എന്നുള്ളത് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ ഒരു MP സംബന്ധിച്ച് ഇപ്പോൾ പറയൽ തുടങ്ങിയല്ലോ. വീക്ഷണം പത്രാധിപർ ഇതിൻ്റെ ഇടയിലാണല്ലോ BJPയിലേക്ക് പോയത്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഇടതുപക്ഷത്തിനെതിരായി ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർക്കെതിരായി പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ള ശക്തമായിട്ടുള്ള ആക്ഷേപമാണ്. ഇപ്പോൾ അൻവറിൻ്റെ കാര്യം എടുക്കുക. അൻവർ ഉന്നയിച്ചിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. പക്ഷേ അൻവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ
150 കോടി രൂപ മത്സ്യവണ്ടിയിൽ, ഏത് വണ്ടിയിൽ? മത്സ്യവണ്ടിയിൽ ആര് കൊണ്ടുവന്നു എന്നാ പറഞ്ഞേ? ഇങ്ങനെ വായി തന്നെ വരട്ടെ, പ്രതിപക്ഷ നേതാവ്. അപ്പൊ സാധാരണ നിലയിൽ ഒരു അദ്ദേഹം കൊണ്ടുവന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. കാരണം അത്രയും കാശൊന്നും കൊണ്ടുവരാനുള്ള ശക്തിയൊന്നും അദ്ദേഹത്തിനില്ല. പക്ഷെ ഇങ്ങനെ ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ മേലിൽ ഈ രൂപത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കാതിരിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട മാർഗം എന്താ മാർഗം? ഒരു സാധാരണ നിലയിൽ ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കണ്ടേ? ഒരു അപകീർത്തിക്ക് 499 ഇപ്പോൾ സെക്ഷൻ മാറിയിട്ടുണ്ടോ എന്നുള്ള എനിക്കറിയില്ല. ഒരു ഡിഫേമേഷൻ കേസ് കൊടുക്കണ്ടേ? ഇന്നേ വരെ കൊടുത്തിട്ടില്ലല്ലോ. അതിന് മറുപടി ആദ്യം പറയണം. ഇതിന്റെ തുടർച്ച എന്നുള്ള നിലയിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പോയ, അല്ല കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു AICC മെമ്പർ ഉണ്ടല്ലോ, ഏതാ? സിമി റോസ് വെൽ ജോൺ. അവര് പറഞ്ഞ കാര്യം, കർണാടക ഉപമുഖ്യമന്ത്രിയിൽ നിന്ന് എത്ര കോടിയാ വാങ്ങിയെന്നാ പറഞ്ഞ്? എത്ര കോടിയാ പറഞ്ഞ്? 4 കോടിയോ 14 കോടിയോ? ഒരിക്കലും 4 കോടി ഇല്ലേ? ആരാ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയില്ല. 4 കോടി രൂപ ഉപമുഖ്യമന്ത്രിയിൽ നിന്ന് ആര് വാങ്ങിയെന്നാ പറഞ്ഞേ? ആരാ പറ? പ്രതിപക്ഷ നേതാവ് വാങ്ങിയെന്നല്ലേ പറഞ്ഞേ? അതിന്റെ കണക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഒരു മുൻ AICC മെമ്പറും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അല്ലേ? അതിന് മറുപടി പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അപ്പൊ അതിനൊക്കെ മറുപടി പറഞ്ഞതിന് ശേഷം ഇപ്പൊ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ താമസിക്കുന്നില്ല. കാരണം ഞങ്ങളെടുക്കാൻ നല്ല ഇൻസ്റ്റന്റ് മറുപടി ഇക്കാര്യത്തിലുണ്ട്. ഇപ്പോൾ വളരെ കാലികമായി വിവാദമായിട്ടുള്ള കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങളും BJPയും RSSും തമ്മിൽ ഒരു ആക്സസും ഇല്ല. അങ്ങനെ ഒരു ആക്സസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ADGPയെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറഞ്ഞയക്കേണ്ട ആവശ്യമില്ല. കാരണം RSSനും സംഘപരിവാറിനും എതിരായി ജീവൻ പണയം വെച്ചും ചെറുപ്പകാലം മുതൽ തന്നെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. പിന്നെ ഈ ചട്ടത്തരത്തിനൊന്നും പോകേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. പോയ ആൾക്കാരുണ്ട്, മുന്നണി ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. RSSന്റെ അറിയപ്പെടുന്ന ആൾക്കാരെയും BJPന്റെ അറിയപ്പെടുന്ന ആൾക്കാരെയും ലോകസഭയിലേക്കും നിയമസഭയിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിച്ച ആൾക്കാരുണ്ട്. ആ പാരമ്പര്യം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ രൂപത്തിൽ ഒരാളെ RSS BJP തമ്മിലുള്ള നല്ല ബന്ധം CPMന് സ്ഥാപിക്കാൻ വേണ്ടി ഒരിടനിലക്കാരനെ വെക്കേണ്ട ആവശ്യമില്ല എന്ന് കൃത്യമായി പറഞ്ഞു. ആര് പറഞ്ഞു? ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി. അത് മുഖവിലക്കെടുക്കുക. പിന്നെ ചരിത്രം തെളിയിക്കും BJPയുമായിട്ട് ആർക്കാണ് ബന്ധമുള്ളത് എന്നുള്ളത്. രണ്ടാമതൊരു കാര്യം പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ചും DGP ലെവലിൽ അന്വേഷിക്കുകയാണ്. DGP ലെവലിൽ അന്വേഷിക്കുന്ന ഒരു കാര്യത്തിൽ അതിന്റെ ഉള്ളിലേക്ക് കടന്ന് മെറിറ്റിലേക്ക് കടന്ന് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്ന സമയത്തിൽ ഒരു പരാമർശം അദ്ദേഹം നടത്തിയതിന്റെ ഭാഗമായി നിയമസഭയിൽ തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം, ഇതാ പോലീസ് അന്വേഷിക്കുകയാണല്ലോ, പിന്നെ ഇതിനാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശം നടത്തുന്നത്. അപ്പൊ അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ലീഡ് ചെയ്യലാണ്. ആ ട്രാപ്പിലേക്ക് വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോകാനാണ് ഈ പറയുന്നത്. എന്താ പ്രതികരിക്കാത്തതെന്ന് പ്രതികരിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കഴിയില്ല. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം എങ്ങനെ പ്രതികരിക്കുമെന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം തീരുമാനിക്കും. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിക്കാത്തത് എന്നുള്ളതിന്റെ ലളിതമായിട്ടുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ അറിവോടും അതുപോലെ തന്നെ സമ്മതത്തോടും കൂടി വെച്ച ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ കേരളത്തിലെ പോലീസിന്റെ തലപ്പത്തുള്ള DGP അന്വേഷിക്കുന്ന ഒരു വിഷയത്തിന്റെ ഉള്ളിലേക്ക് കടന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് യാതൊന്നും പരാമർശിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറയാതിരുന്നത്. പിന്നെ അല്ലെ, അത് ഞാൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല. എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടത് എന്നുള്ളത് സാധാരണ നിലയിൽ എല്ലാ കാര്യങ്ങളും പോലീസിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ പലരെയും കാണാറുണ്ട്. അത് പൊതുസമൂഹത്തോട് പറയാറില്ലല്ലോ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, എന്തിനാ വേണ്ടി കണ്ടത് എന്നുള്ളത് നമുക്ക് അന്നേരം നോക്കാം. ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നുള്ളത് അതിന്റെ മെറിറ്റ് നോക്കിയിട്ടേ പറയാൻ പറ്റും. അത് ഷംസീർ അത് പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞു. ഇവിടെ കേരളത്തിൽ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പ്രശ്നം, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല പറയുന്നത്. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞതെന്നുള്ള ധാരണ വേണ്ട. അതിശക്തമായിട്ടുള്ള കമ്മ്യൂണൽ ടെൻഷന്റെ ഘട്ടം വന്ന സമയത്ത് ബന്ധപ്പെട്ട കക്ഷികളെ X or Y ഗവൺമെന്റ് വിളിക്കാറുണ്ട്,
പോലീസ് ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കാറില്ലേ? സംസാരിക്കാറില്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്. ഇനിയിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ വിളിച്ചതിന് തെറ്റില്ല എന്ന് പറയണ്ട. വിളിക്കാറുണ്ട്, വിളിക്കുകയും ചെയ്യണം. ശബരിമല പ്രശ്നം വന്ന സമയത്ത് ആ രൂപത്തിലുള്ള സംസാരം നടന്നിട്ടില്ലേ? ഇല്ലേ? പാലക്കാട് നിങ്ങൾ ഓർക്കും, 2023 ഏപ്രിൽ മാസം 15-ാം തീയതി ഒരു കൊല നടന്നു, 16-ാം തീയതി ഒരു കൊല നടന്നു. നമ്മളെല്ലാം യഥാർത്ഥത്തിൽ ആശങ്കപ്പെട്ടല്ലേ? ഇവിടെയുള്ള SP ബന്ധപ്പെട്ട കക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തിയില്ലേ? പ്രത്യേകം ചർച്ച നടത്തിയില്ലേ? അത് ആവശ്യമായിട്ട് വരും. ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇതെന്തിനാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് പറയാം നമുക്ക്. അല്ല, അതൊക്കെ റിപ്പോർട്ട് വരട്ടെ. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, അന്വേഷിക്കല്ലേ. അന്വേഷിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്കിപ്പോ ലീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, പാർട്ടിന്റെ നിലപാട് ഗോവിന്ദ മാഷ് പറഞ്ഞതാണ്. എന്താണ് പാർട്ടിന്റെ നിലപാട്? അതിന് വിരുദ്ധമായിട്ടാണോ ആരെങ്കിലും പറഞ്ഞത് എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, തെറ്റില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് നേരത്തെ ഞാൻ പറഞ്ഞു. പാർട്ടിയുടെ നിലപാട് എന്താ? പാർട്ടിയുടെ നിലപാട് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് RSS CPIM ആക്സസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ ADGPയെ മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തിയെന്നല്ലേ? അത് ശുദ്ധ അസംബന്ധം എന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞത്? സംസ്ഥാന സെക്രട്ടറി. അതിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത്. മറ്റേത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചതിന് ശേഷം മാത്രം പറയാം. ഓക്കെ. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ വേലക്കാരിയുടെ വരെ ഫോൺ ചോർത്തുന്നതാണ് ഭരണകക്ഷിപ്പെട്ട അതെ അതെ അതല്ല അന്വേഷിക്കേണ്ട. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നു. ആര്? അൻവർ. അതാരാ അന്വേഷിക്കേണ്ടത്? പോലീസ് അന്വേഷിക്കണം, ഗവൺമെന്റ് അന്വേഷിക്കണം. ആ പ്രക്രിയ ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ? ക്രമസമാധാന ചുമതലയുള്ള ADGPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി വന്നു. കേൾക്കൂ, പരാതി വന്നു. ഇതിന്റെ ഭാഗമായി സുവോ മോട്ടോ അന്നേരം തന്നെ SP സസ്പെൻഡ് ചെയ്തിട്ടില്ലേ? അതിന്റെ തുടർ നടപടികൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഈ കമ്മീഷന്റെ ഭാഗമായി, ഏത് കമ്മീഷന്റെ? DGPയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ഉചിതമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. ഓക്കെ. അതിപ്പോ SP അന്വേഷിക്കുന്ന ഒരു കേസിന്റെ അകത്ത് മൊഴിയെടുക്കുക കോൺസ്റ്റബിളാ. ഇതൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായി. കേൾക്ക് കുട്ടി. ഇപ്പൊ നിങ്ങളൊരു പരാതി കൊടുക്കുന്നു. ഞാൻ മന്ത്രിയാന്ന് വിചാരിക്കുക, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാന്ന് വിചാരിക്കുക. SP ഞാൻ ചുമതലപ്പെടുത്തില്ല വിചാരിക്കുക. SP പോയിട്ടല്ല മൊഴിയെടുക്കുക. ആര് പോയിട്ടാ മൊഴിയെടുക്കുക? സാധാ നിലയിലുള്ള താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് പോയിട്ടെടുക്കുക. DGPന്റെ മുകളിൽ ഇപ്പം വേറെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഈ DGPന്റെ താഴെയുള്ള ഇതിന് സമാനമായിട്ടുള്ള റാങ്കിന്റെ ആൾക്കാരെ വെക്കാൻ പറ്റുമോ? വേറെ ഇങ്ങളെ വെക്കാൻ പറ്റുമോ? എന്നാ വെക്കാൻ പറ്റുമോ? അതല്ല ഇതിന്റെ അദ്ദേഹം ഒരുപടി കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. എല്ലാം വരട്ടെ, എല്ലാം വരട്ടെ, എന്നിട്ട് നമുക്ക് അന്വേഷിക്കാം. അന്വേഷണം ആരംഭിച്ച് കഴിഞ്ഞു. ഒരു മാസം കാത്തിരിക്കേണ്ടതുള്ളൂ. നിങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും വേണ്ട. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം, ജെന്യൂനായിട്ടുള്ള അഭിപ്രായമായിരിക്കും. അത് അദ്ദേഹം അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ പറയട്ടെ. ജെന്യൂനായിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതി എങ്കിൽ ആ പരാതി അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കട്ടെ. അതിലിവിടെ ആരും തടസ്സം നിൽക്കുന്നില്ലല്ലോ. അൻവർക്കെതിരായിട്ട് ആരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ? ഒരു പ്രതിസന്ധിയുമില്ല. കാരണം ഗവൺമെന്റ് ശക്തമായിട്ടുള്ള നിലപാടാണ് ഇനി സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായി ഒരു SP സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. മറ്റേതൊരു മാസത്തിന്റെ ഉള്ളിൽ റിപ്പോർട്ട് കിട്ടാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുത്തു. ഇതിന്റെ ഭാഗമായി തുടർ നടപടികൾ ആരംഭിക്കുകയാണ്. പിന്നെ അദ്ദേഹം കണ്ടത് എന്തിനു വേണ്ടി കണ്ടു, എന്താണ് ചർച്ച നടത്തിയതെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഉയർന്ന കമ്മിറ്റിയെ വെച്ചത്. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നത് വരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കടന്ന് അഭിപ്രായം പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും കഴിയില്ല. ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല കേട്ടോ. പിന്നെ ഈ സാധനം എടുത്തിട്ട് എന്റെ അടുക്കുന്ന എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നമ്മൾ എത്ര കാലമായി ഇത് കാണുന്നു? എത്ര കാലം ഇത്രയും രൂക്ഷമായ വിമർശനമായിട്ട് അൻവർ വരുന്നത് ഈ മുഖ്യമന്ത്രിക്കെതിരെ ഈ പാർട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിലോ എന്തെങ്കിലും നടക്കുന്ന നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്? അല്ലാതെ പോലീസിനെതിരായിട്ട് പണ്ടുണ്ടായിട്ടില്ലേ? ഇതിനേക്കാൾ അപ്പുറം കേൾക്കൂ, ഇതിനേക്കാൾ അപ്പുറം ചില ആൾക്കാർക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് കേൾക്ക്. കരുണാകരൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത്
93, 94 കാലഘട്ടത്തിൽ അന്ന് DGP-മാർ 2 ആളുണ്ടായിരുന്നു, മധുസൂദനും അതുപോലെ തന്നെ ജയറാം പടിക്കൽ. ഓർമ്മ ഉണ്ടോ? ഏത് രൂപത്തിലുള്ള അടിയായിരുന്നു അന്നുണ്ടായിരുന്നത്? നമ്പർ 1, നമ്പർ 2 സോളാർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു IG സരിതയുടെ മൊഴികളെല്ലാം രേഖപ്പെടുത്തി ടെലിഫോൺ ചോർത്തി. എന്നിട്ട് അങ്ങനത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു. അന്നേരം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഇവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം വിദേശത്ത് നിന്ന് ഇവിടെ വന്നു. ആ രൂപത്തിൽ വാർത്ത ചോർത്തിയെടുത്ത ഉദ്യോഗസ്ഥന്റെ പേരിൽ നടപടിയെടുത്തു. അപ്പൊ ഇത് ഇന്നലെയോ തുടങ്ങിയതല്ല, ഉരുട്ടിക്കൊന്നു. ഓർമ്മ ഉണ്ടെങ്കിൽ രാജനെ കൊന്നില്ല പോലീസ്? ആരുടെ കാലഘട്ടത്തിലായിരുന്നു? വർക്കല വിജയൻ നായരെ കൊന്നില്ലേ? കക്കുയിൽ കണ്ണൻ കോൺഗ്രസ്സുകാരന്റെ നേതാവ്, ഒരു കോൺഗ്രസ്സുകാരുടെ നേതാവിനെ തന്നെ കൊണ്ടുപോയി കൊന്നു. അതിന്റെ ഭാഗമായി ജയറാം പടിക്കലും അതുപോലെ തന്നെ നമ്മുടെ പുലിക്കോടൻ നാരായണനും ലക്ഷ്മണിയൊക്കെ അനുഭവിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലില്ലേ? ഇന്നത്തെ പോലീസ് എന്ന് പറയുന്നത് ഈ ലോകത്തിനും കേരളത്തിനും ഇന്ത്യക്കും മാതൃകയാണ്. 32 അവാർഡാണ് അവർ വാങ്ങിയത്. അതിൽ കുറച്ച് ഇത്തിക്കണ്ണികൾ ഉണ്ടാകാം, ക്രിമിനലുകൾ ഉണ്ടാകാം. അവരെ സർവീസിൽ നിന്ന് പുറത്താക്കി നടപടികൾ എടുത്തു. ഇത് 100% പോലീസ് സംവിധാനം ശരിയാണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറയാൻ കഴിയില്ല. 32 അവാർഡുകളാണ് വാങ്ങിയത്. ഈ വിവാദം നടക്കുന്ന സമയത്ത് കുട്ടികൾക്കും അതുപോലെ തന്നെ അമ്മമാർക്കുമെതിരായിട്ടുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറ്റാന്വേഷണത്തിൽ കേരളം നമ്പർ 1 വ്യവസായ അന്തരീക്ഷത്തിൽ സംരംഭകരെ ആകർഷിക്കുന്നതിൽ ഇന്ത്യ രാജ്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായി വ്യവസായ വകുപ്പ് നമ്പർ 1. അതിന്റെ ഇടയിലാണ് ഈ സാധനങ്ങൾ ഇപ്പൊ വന്നത്. അത് നിങ്ങൾ അറിയാത്തതുകൊണ്ടല്ലേ അയാൾ പറഞ്ഞു. നിങ്ങൾക്ക് എന്താ പറയുന്നതിന് ബുദ്ധിമുട്ടുള്ളത്? എങ്ങനെയാ മുഖ്യമന്ത്രി അറിയാം? മുഖ്യമന്ത്രി ചിലത് നേരിട്ടറിയും, ചിലത് പിന്നെ സ്വകാര്യമായിട്ട് അറിയും, ചിലത് പറഞ്ഞാൽ അറിയും, ചിലത് ഇപ്പൊ പറഞ്ഞിട്ടാണ് അറിയുന്നത്. അതിന്റെ ഭാഗമായി ശക്തം അൻവറെല്ലാം നിങ്ങൾക്കും ചെയ്യാൻ. അൻവറേക്കാളും മുമ്പേ പരാതി പറഞ്ഞ ആൾക്കാരെ ഇവിടെ ഇല്ലേ? നടപടി എടുത്തിട്ടില്ലേ പോലീസ്? അതെ, ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ അൻവർ പറഞ്ഞു.